ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം സംഖ്യാപുസ്തകം 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 22 അധ്യായം 28 വാക്യം. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. അത് ബിലെയാമിനോട്, നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു. ഇസ്രായേൽ ജനതയുടെ മരുഭൂപ്രയാണത്തിന്റെ നിർണായക ഘട്ടങ്ങളാണ് സംഖ്യാപുസ്തകം 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വിശ്വാസത്തിന്റെ കുറവ്, ദൈവകൽപ്പനയ്ക്ക് മുന്നിലെ പൂർണ്ണമായ അനുസരണക്കേട്, ദൈവത്തിന്റെ പരമാധികാരവും സംരക്ഷണവും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇത്തരത്തിലെ മനുഷ്യന്റെ ബലഹീനതകൾക്കിടയിലും ദൈവം തന്റെ പദ്ധതി നടപ്പാക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാന സന്ദേശം. ഇന്നത്തെ വായനാഭാഗത്തെ ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് പിത്തള സർപ്പം രക്ഷയുടെ മാർഗം. കനാൻ ദേശത്തേക്കുള്ള യാത്രാമധ്യേ ജനത്തിന്റെ മനസ്സ് ക്ഷീണിക്കുകയും അവർ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിക്കുകയും ചെയ്യുന്നു. സംഖ്യാപുസ്തകം 21 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് അവിടെ ഇസ്രായേൽ ജനങ്ങൾ പറയുന്നു. ഇങ്ങനെ ജനങ്ങൾ പിറുപിറുത്തപ്പോൾ യഹോവയായ ദൈവം ജനത്തിന്റെ ഇടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയക്കുകയാണ് ഉണ്ടായത്. അവ ജനത്തെ കടിക്കുകയും ഇസ്രായേലിൽ വളരെ ജനം മരിക്കുകയും ചെയ്തു. തങ്ങളുടെ പാപം തിരിച്ചറിഞ്ഞ ജനം വിടുതലിനായി മോശയിലൂടെ ദൈവത്തോട് അടുക്കുന്നു. അങ്ങനെ ദൈവിക ഇടപെടലിലൂടെ മോശ ഉയർത്തിയ പിത്തള സർപ്പത്തെ നോക്കിയവർക്ക് ജീവൻ ലഭിക്കുകയുണ്ടായി. ഇതിലൂടെ ദൈവത്തിന്റെ പരമാധികാരവും മഹത്വവും മനസ്സിലാക്കുവാനായിട്ട് ഇസ്രായേൽ ജനതയ്ക്ക് സാധിക്കുന്നു. ഇവിടെ രക്ഷ സാധ്യമായത് മനുഷ്യന്റെ പ്രയത്നത്താലല്ല, മറിച്ച് ദൈവമൊരുക്കിയ മാർഗത്തിലൂടെയാണ്. നമ്മുടെയും ആവശ്യങ്ങൾക്ക് മധ്യത്തിൽ വിശ്വാസത്തോടെ ദൈവത്തെ നോക്കിയാൽ ദൈവമഹത്വം ദർശിക്കുവാനായിട്ട് നമുക്കും സാധിക്കും. രണ്ടാമതായിട്ട് ബിലെയാമിന്റെ കഴുതയും ദൈവിക ദർശനവും. ഇവിടെ ഇസ്രായേലരെ ശപിക്കുവാനായിട്ട് ബാലാക്ക് ബിലെയാമിനെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ദൈവത്തിന് സംസാരിക്കണമെങ്കിൽ വലിയ പ്രവാചകന്മാരോ ശക്തരായ നേതാക്കന്മാരോ തന്നെ വേണമെന്നില്ല. ഒരു കഴുതയെ ഉപയോഗിച്ച് പ്രവാചകന്റെ കണ്ണുകളെ ഇവിടെ തുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആത്മീയ ദർശനം ആദ്യം കഴുതയ്ക്കുണ്ടാകുന്നു. ഇവിടെ നന്മ ചെയ്ത കഴുത തെറ്റിദ്ധരിക്കപ്പെടുകയും 3 പ്രാവശ്യം പ്രവാചകന്റെ അടി ഏൽക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ദൈവത്തിന്റെ പരമാധികാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ദൈവം ഇടപെട്ടാൽ സംസാരിക്കാത്തവരും സംസാരിക്കും. ഇവിടെ ദൈവം കഴുതയുടെ വായ് തുറക്കുന്നു. മാത്രമല്ല, ഇസ്രായേൽ ജനതയെ ശപിക്കുവാനായിട്ട് പോകുന്ന ആ ശാപം ദൈവം ആശീർവാദമാക്കി മാറ്റുന്നു. എന്നാൽ ദൈവം നമ്മോട് ചോദിക്കുന്നത്, നീ എൻ്റെ വചനത്തിന് കീഴടങ്ങുമോ എന്നാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴടങ്ങുവാനും ദൈവമഹത്വം ദർശിക്കുവാനും നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ പരമാധികാരം വെളിവാക്കുവാൻ പിത്തള സർപ്പത്തെയും കഴുതയെയും അവിടുന്ന് ഉപയോഗിച്ചുവല്ലോ. അതുപോലെ അങ്ങേക്ക് പ്രയോജനകരമായ ഉപകരണങ്ങളാകുവാൻ ഞങ്ങളെയും ഇടയാക്കണമേ. ആമേൻ.